നമുക്കറിയാം കൊല്ലത്തൊരു അമ്മയെ മരുമകൾ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. അതിൻ്റെ ഞെട്ടൽ ഇപ്പോഴും നമുക്ക് മാറിയിട്ടില്ല. ഒരു വയോധികയെ തള്ളി നിലത്തേക്കിട്ട് ചവിട്ടി തള്ളിയത് ഒരു അധ്യാപികയായിരുന്നു എന്നതാണ് നമ്മൾ ഏറ്റവും അമ്പരപ്പിച്ചത്. ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കാൻ പണിപ്പെടുന്ന ഒരു സമൂഹമാണ് അധ്യാപകർ എന്ന് പറയുന്നത്. എല്ലാ അധ്യാപകരും ഇങ്ങനെ നല്ല എല്ലാ ഗുരുനാഥന്മാരെയൊക്കെ സ്മരിച്ചുകൊണ്ട് ഞാൻ പറയുന്നു, ഈ അധ്യാപിക സമൂഹത്തിലൊരു പുഴുക്കുത്താണ്. അസഭ്യം പറയുന്ന അവരുടെ ഭാവം എന്നെ സത്യത്തിൽ നടുക്കി കളഞ്ഞു കേട്ടോ. അവരൊക്കെ പഠിപ്പിക്കുന്ന കുട്ടികളുടെ ഭാവി എന്തായിത്തീരും എന്നാണ് ഞാനിപ്പോൾ ആലോചിച്ചത്. ശാരീരിക അവശതയുള്ള ഒരാളോട് എത്ര നീചമായിട്ടാണ് അവർ പെരുമാറിയത്. കേരളത്തിലെ ജനസംഖ്യയുടെ 16%-ലധികവും വയോധികരാണ്. ഒരുപക്ഷെ അടുത്ത 10 കൊല്ലം കഴിയുമ്പോൾ വയോധികരുടെ പ്രായം ചെന്ന ആളുകളുടെ ഒരു സമ്മേളന സ്ഥലമാവും കേരളം. ആ കാര്യത്തിലും സംശയമില്ല. ഈ 16%, 4%-ലധികം ആളുകൾ വീട്ടിനുള്ളിൽ പീഡനങ്ങൾക്ക് വിധേയരാകുന്നു എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. ഒരു കാരണത്താൽ അല്ലെങ്കിൽ മറ്റൊരു കാരണത്താൽ ഇവർ പീഡിപ്പിക്കപ്പെടുന്നു. ജീവിത സായന്തനത്തിൽ ശാന്തവും സ്വാസ്ഥ്യം നിറഞ്ഞതുമായ ഒരു ജീവിതം കാക്ഷിക്കുന്നവരാണ് എല്ലാവരും തന്നെ. മക്കൾക്കും പേരക്കുട്ടികൾക്കുമൊപ്പം വളരെ സൗഹാർദ്ദത്തോടെ, സ്നേഹത്തോടെ, സമാധാനത്തോടെ കഴിയുന്ന പ്രഭാതമാണ് അവരുടെ എല്ലാം മനസ്സിലുള്ളത്. അവരുടെ കൊതിയാണത്, അവരുടെ സ്വപ്നമാണ്. പലപ്പോഴും നിർഭാഗ്യകരെന്ന് പറയട്ടെ, സ്വന്തം വീടുകളിൽ പോലും അരക്ഷിതമായൊരു ജീവിത ചുറ്റുപാടിലാണ് ഈ വയോധികരിൽ പലരും ഇന്ന് ജീവിക്കുന്നത്. നമ്മുടെ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ഒക്കെ തന്നെ ബുദ്ധിമുട്ടിലാകുന്നു എന്നുള്ള ദുരന്ത സത്യം. അതോടൊപ്പം പ്രേക്ഷകരെ ഞാൻ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ കുട്ടികളുടെ കാര്യവും വീട്ടിലെ അവരുടെ വൃത്തിയില്ലായ്മയും ഒക്കെ പറഞ്ഞ് നമ്മളിവരെ പീഡിപ്പിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം മറക്കരുത്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമുക്കൊരിക്കൽ പ്രായമാകും, അന്ന് നമ്മുടെ കുട്ടികൾ നമ്മോട് ഇതൊക്കെ കാണിക്കും, അന്ന് നമ്മൾ തിരിച്ചറിയുമത്. പക്ഷെ അപ്പോഴേക്കും കാലം പോകില്ലേ? ഒരായുഷ്കാലം മുഴുവൻ നമ്മുടെ സ്വന്തം മക്കൾക്ക് താങ്ങായും തണലായും നിലകൊണ്ട അതേ വയോധികരാണ് അതേ മക്കളിൽ നിന്ന് പീഡനം അനുഭവിക്കുന്നത്. ചരിത്രം തിരിച്ചു നടക്കുമ്പോൾ എന്തെല്ലാം ഇവരും അനുഭവിക്കും? അവരുടെ ജീവിതത്തിലെ അവസാന നിമിഷങ്ങൾ എങ്ങനെ സന്തോഷകരമാക്കി മാറ്റാമെന്ന് നാം ഓരോരുത്തരും ചിന്തിക്കണം. കുറേ കാലം മാത്രമേ അവർക്ക് നമ്മുടെ മുന്നിൽ ബാക്കിയുള്ളൂ. ആ കാലം അവരെ എങ്ങനെ സന്തോഷിപ്പിക്കണം? ഈ ഭൂമിയിലെ കുറേ നല്ല ഓർമ്മകളുമായി അവർ കടന്നു പോകട്ടെ. അത് നമ്മുടെ ചുമതലയാണ്, മറക്കരുത് പ്ലീസ്.